ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും വല്യമ്മ വലിയ ആൾ കളിക്കുവാണ്. അങ്ങനെ വല്യമ്മ വലിയ ആൾ കളിക്കുന്നതൊന്നും നമ്മുടെ നന്ദയുടെ അരികിലൊന്നും നടക്കുന്നില്ല. പിങ്കിക്കാണെങ്കിൽ ഓരോ പണികൾ ഇങ്ങനെ കെട്ടിക്കൊണ്ടേ ഇരിക്കുന്നു. അമ്മേ, പാവം ചെറിയച്ഛൻ നല്ല വിശപ്പുണ്ടായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് കൊടുത്തത് ഇങ്ങനെ ആർത്തിയോടുകൂടി വലിച്ചു കഴിക്കുന്ന ആളെ കണ്ടപ്പോൾ നമ്മുടെ നന്ദ അങ്ങ് പറഞ്ഞു, അതെ, നല്ല വിശപ്പുണ്ടായിരുന്നു എന്ന് ചെറിയച്ഛൻ അന്നേരം പറയുക. അങ്ങനെ അവരെല്ലാവരും കൂടെ നോക്കി ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ. വല്യമ്മയ്ക്ക് 2 ഇഡ്ഡലി കൂടി വെക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ വേണ്ട വേണ്ട, എനിക്കുള്ളത് ഞാൻ തന്നെ വിളമ്പിക്കോളാം എന്ന് വല്യമ്മ. ഈ സമയം വല്യമ്മയ്ക്ക് ഞാൻ വിളമ്പിത്തരിക മാത്രമല്ല, വേണ്ടി വന്ന വായിൽ വെച്ച് ഊട്ടിക്കുകയും ചെയ്യുമെന്ന് നന്ദ പറഞ്ഞു. അപ്പോഴേക്കും വല്യമ്മ അങ്ങ് വല്ലാണ്ടങ്ങായി നിൽക്കുവാട്ടെ. ഇതൊക്കെ കണ്ട് നമ്മുടെ ലക്ഷ്മി ഭയങ്കര ചിരിയും കാര്യങ്ങളായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ പിങ്കിക്ക് ഇതൊന്നും സഹിക്കുന്നില്ല. ഈ സമയത്ത് അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് ഓടിതേ നമ്മുടെ ഗൗതത്തിൻ്റെ അടുത്തേക്ക് ചെന്ന് ഗൗതത്തിന് വാരി കഴിപ്പിക്കുന്നത് പോലെയൊക്കെ നമ്മുടെ നന്ദ ഇങ്ങനെ പിങ്കിയുടെ മുന്നിൽ വെച്ച് സ്നേഹം കൊണ്ട് പൊതിയാണ് ഗൗതത്തെ. ഇതൊക്കെ കണ്ട് പിങ്കിക്ക് സഹിക്കുന്നില്ല. പിങ്കിക്കാണെങ്കിൽ ഭയങ്കര ദേഷ്യം അന്നേരം. ഈ സമയത്ത് പിന്നീട് നമ്മുടെ ലക്ഷ്മിയും പ്രിയയും കൂടി ചേർന്ന് അടുക്കളയിൽ ജോലി ചെയ്യുക. അപ്പം ഞാൻ പിറന്നു വീണതിൽ പിന്നെ അച്ഛനെ അല്ലാതെ എൻ്റെ അമ്മ മറ്റൊരാളെ അനുസരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്ന് പ്രിയ നേരം പറഞ്ഞു. ഇന്ന് ആദ്യമായിട്ടാണ് അമ്മയും ചെറിയച്ചമാരും കൊമ്പ് ഊരി വെച്ച് മറ്റൊരാൾക്ക് മുന്നിൽ അടിയറവ് പറഞ്ഞത്, അതും ചെറിയമ്മയുടെ മരുമകളുടെ മുന്നിൽ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും പവി അവിടെ നിന്ന് ചിരിക്കുക. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, അളകനന്ദ നമ്മുടെ ഈ വീട് അടിച്ച് തെളിച്ച് ശുദ്ധി കളിച്ച് നടത്തുമെന്ന്. അപ്പോൾ ഞാനും ഈ വീട്ടിൽ വന്ന് കയറിയപ്പോൾ ആ നന്ദ കാണിച്ചതുപോലൊക്കെ കാണിച്ചാൽ മതിയായിരുന്നു, ഇവിടെ കിടന്ന് ഈ ആട്ടും തുപ്പും വരില്ലായിരുന്നു എന്നൊക്കെ പവിത്ര പറയുമ്പം, ദേ ഇല്ല പവിത്ര, നിനക്കൊന്നും അവളാകാൻ പറ്റില്ല, അളകനന്ദയെ ആകാനേ അളകനന്ദയ്ക്ക് മാത്രമേ പറ്റൂ എന്ന് പറഞ്ഞ് ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും 2 ഭൂതനകളും കൂടി ദേ അവിടെ വന്ന് ഇങ്ങനെ നിൽക്കുന്നു. പിറകെ പിങ്കിയുണ്ട് ഇവരുടെ സംസാരം കേൾക്കാനായിട്ടേ. അങ്ങനെ എല്ലാ എണ്ണങ്ങളും കൂടെ വന്ന് ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് ലക്ഷ്മി, മഹേശ്വരനും ജഗന്നാഥനും തൽക്കാലത്തേക്കൊന്ന് ക്ഷമിച്ചു കൊടുത്തതേ ഇവിടെ കിടന്ന് ഇങ്ങനെ ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് വല്യമ്മ ചോദിക്കുക. അപ്പോൾ ലക്ഷ്മിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഇവിടെ 10 ആൾ കൂടുമ്പോഴേ ബോധവും പൊക്കണമില്ലാത്ത നിൻ്റെ മരുമോള് കാരണം ഈ കുടുംബത്തിൻ്റെ മാനം കപ്പൽ കയറണ്ടല്ലോ എന്ന് ഓർത്തിട്ടാ ഞാനും മഹേശ്വരനും ഒക്കെ ഒന്ന് ക്ഷമിച്ചത്. അതെ, ഞങ്ങളുടെയൊക്കെ തലയുടെ മേളിൽ കയറി ഒന്ന് മേയാൻ അവൾക്ക് കൊടുത്ത ലൈസൻസ് ആണെന്ന് ആരും ഇവിടെ കരുതണ്ട എന്നും പറഞ്ഞുകൊണ്ട് പറയുമ്പോഴേക്കും ബാക്കിയുള്ളവരൊക്കെ ഒരു വാക്ക ചിരിയും ചിരിച്ച് ഇങ്ങനെ നിൽക്കുന്നു. ഇനി വരാൻ പോകുന്നതേ ഇപ്പോഴേ പ്രവചിക്കാൻ പറ്റുമെന്നും എന്തായാലും എൻ്റെ മനസ്സിലെ ഹീറോയിൻ തന്നെയാണിപ്പോൾ അളകനന്ദ എന്ന് നമ്മുടെ പ്രിയ അങ്ങ് പറഞ്ഞു. ഇത് കേട്ടതും പുള്ളിക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല, അതുപോലെ തന്നെ പിങ്കിക്കും ഇഷ്ടപ്പെട്ടില്ലേ. മതി മതി, ഇനി അതിൻ്റെ പേരിൽ ഇവിടെ പോസ്റ്റ്മോർട്ടം ഒന്നും ആരും നടത്തണ്ട, ആ ഫംഗ്ഷൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് വേഗത്തിലാക്കാൻ നോക്കാൻ പറഞ്ഞു നമ്മുടെ ലക്ഷ്മി. എന്നിട്ട് മോഹിനിയോട് എന്താ മാറി മാറി നിൽക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ എങ്ങനെ പറ്റുമായിട്ടെത്തി ഇങ്ങനെ മനസ്സ് തുറന്ന് ഇങ്ങനെയൊക്കെ ചെയ്യാൻ? അർജുനെ ഓർത്ത് കണ്ണീരൊലിപ്പിച്ച് മുറിക്കകത്ത് നിന്ന് പുറത്തോട്ട് പോലും ഇറങ്ങാതിരിക്കുക ആ പാവം സുമംഗലേച്ചി. അപ്പോഴാ ഇവിടെ കല്യാണാഘോഷം എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ വലിയ ഇതായിട്ട് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ലക്ഷ്മി പിന്നെ ഒന്നും മിണ്ടിയില്ല കേട്ടോ. അത് പിങ്കിക്കൊരു ഇതായിട്ട് ഇങ്ങനെ മാറി. ഈ സമയത്ത് ഭാര്യയും ഭർത്താവും കൂടെ പിങ്കിയുടെ മുന്നിലേക്ക് വന്നു. ഇവർ 2 പേരും ഒരുമിച്ച് നടക്കുന്നതൊക്കെ കാണുമ്പോൾ പിങ്കിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഇവർ 2 പേരും കൂടി വന്ന് ഇങ്ങനെ നോക്കി നിൽക്കുകയാണല്ലോ. അന്നേരം പാവം പിങ്കിമോള്, അവൾ കാണുകയല്ലേ ഈ മേളമൊക്കെ നടത്തുന്നേ, അവളുടെ മനസ്സിപ്പോൾ എത്രമാത്രം പിടയുന്നുണ്ടാകും എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭയങ്കര ഡയലോഗ് പിങ്കിയുടെ മുന്നിൽ. അത് കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഗൗതം അങ്ങ് വന്നു ഇവരുടെ അരികിലേക്ക്. അതെ, എല്ലാവരുടെ അവസ്ഥയൊക്കെ എനിക്കറിയാം എന്നും പറഞ്ഞുകൊണ്ട്, പിങ്കി, ഞാൻ അമ്മയ്ക്ക് വാക്ക് കൊടുത്തതാ, പക്ഷേ നിനക്ക് വിഷമമാണെങ്കിൽ ഈ ഫംഗ്ഷൻ വേണ്ട എന്ന് പറഞ്ഞു ഗൗതം. അങ്ങനെയല്ല ഗൗതം, എൻ്റെ വേദനയ്ക്കല്ല, അളകനന്ദയുടെ സന്തോഷത്തിന് ഗൗതം ഇപ്പോൾ പ്രിഫറൻസ് കൊടുക്കേണ്ടത് എന്നുള്ള കാര്യം നമ്മുടെ പിങ്കി പറയാം. ഇതൊക്കെ കേട്ട് നന്ദ ഇങ്ങനെ അന്താളിച്ചിങ്ങനെ നിൽക്കുക. അതുപോലെ തന്നെ ലക്ഷ്മിയും ഇവരെല്ലാവരും ചമ്മിപ്പോയി പിങ്കി അങ്ങനെ പറഞ്ഞപ്പോൾ. എൻ്റെ ദുർവിധി ഞാൻ മാത്രം സഹിച്ചാൽ പോരെ, ചടങ്ങൊക്കെ നടക്കട്ടെ ഗൗതം, മറ്റെല്ലാം മറന്ന് ഞാനുണ്ടാവും നിങ്ങളുടെ കൂടെ എന്നും പറഞ്ഞുകൊണ്ട് പിങ്കി ഇങ്ങനെ പറയാം. ഇതൊക്കെ കേട്ടപ്പോൾ നന്ദ അന്താളിച്ച് നിൽക്കുക. കാണടാ കാണ്, എല്ലാവരും ഈ പെങ്കൊച്ചിൻ്റെ വലിയ മനസ്സിനെ ഒന്ന് കാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഭയങ്കര ഡയലോഗ് വല്യമ്മ. അതങ്ങനെയാ, ചുറ്റുമുള്ളവരുടെ നല്ല മനസ്സിനെ പറ്റി ആർക്കും ഒരു വിലയും ഉണ്ടാവില്ല. അതുകൊണ്ടാ എൻ്റെ പിങ്കി മോളെ ഞാൻ ചേർത്ത് പിടിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗ് എന്നും പറഞ്ഞ് നമ്മുടെ നന്ദ ഇങ്ങനെ നിൽക്കുന്നു. പിങ്കി ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുന്നു. അങ്ങനെയാണെങ്കിൽ പിങ്കിയോട് എനിക്കൊരു റിക്വസ്റ്റ് കൂടി ഉണ്ടെന്ന് നമ്മുടെ ഗൗതം പറഞ്ഞു. ഇന്നത്തെ ഈ ഒരു ഫംഗ്ഷനിൽ നന്ദയെ ഒരുക്കുന്നത് പിങ്കി ആയിരിക്കണമെന്നും
അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ദേ നമ്മുടെ നന്ദ ഇങ്ങനെ ആന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു, ആ ഒരു വല്ലാത്തൊരിതിൽ. അപ്പോഴേക്കും ദേ വല്യമ്മയുടെ സന്തോഷം കാണണമായിരുന്നു, അതുപോലെ തന്നെ മോഹിനിയുടെയും. എന്താ പിങ്കിക്ക് അതിലെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പം എന്ത് ബുദ്ധിമുട്ട്, നോ നെവർ, ഐ ആം റെഡി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് നന്ദ മുഖത്ത് നോക്കി അങ്ങ് പറഞ്ഞു. അത് കേട്ടപ്പോഴേക്കും നമ്മുടെ ഗൗതം ഇങ്ങനെ നന്ദയെ നോക്കുക. അതുപോലെ തന്നെ അത് കേട്ടപ്പോൾ ലക്ഷ്മിയും തലയെടുപ്പോട് കൂടി ഇങ്ങനെ നിൽക്കുക കേട്ടോ. എന്നെ ആരും ഒരുക്കണ്ട, എനിക്ക് തനി ഒരുങ്ങാൻ അറിയാം. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നന്ദ ദേ അങ്ങനെയല്ല പറയേണ്ടത്, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഒരാൾ ഹെൽപ്പ് ചെയ്യാമെന്ന് പറയുമ്പോൾ അത് നിഷേധിക്കല്ല വേണ്ടെന്ന് പറഞ്ഞ് ഗൗതം ദേഷ്യപ്പെട്ടു. നീ എന്നെ അനുസരിക്കാൻ ബാധ്യസ്ഥയാണെന്നുള്ള കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുവാണ് നമ്മുടെ ഗൗതം. അന്നേരം ഇത് കേട്ട് പിങ്കിക്ക് സന്തോഷം, കിട്ടിയ അവസരത്തിൽ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാമല്ലോ എന്നുള്ള ആ ഒരു സന്തോഷം. നിന്നെ ഇന്ന് ഒരുക്കുന്നതേ പിങ്കി ആയിരിക്കും എന്നുള്ള ആ ഒരു ഉറച്ച തീരുമാനം നന്ദയോട് നമ്മുടെ ഗൗതം പറഞ്ഞു. ഇത് കേട്ടപ്പോൾ പിങ്കി ഇങ്ങനെ നന്ദയെ നോക്കി ഒരു ചിരിയൊക്കെ ചിരിച്ചിങ്ങനെ നിൽക്കുക, ഞാൻ ജയിച്ചടി എന്നുള്ളൊരു ഭാവത്തിൽ. ഇതെല്ലാം സംഭവിക്കുമ്പോൾ നമ്മുടെ വല്യമ്മ അവിടെ നിന്ന് ഇങ്ങനെ ഒരു ചിരിയൊക്കെ ചിരിച്ചിങ്ങനെ നിൽക്കുന്നു. എന്തായാലും ഈ തമ്മിൽ തെല്ലിപ്പിക്കുക എന്ന് പറയുന്ന ആ ഒരു ഇതുണ്ടല്ലോ, അപ്പോൾ ആരും അറിയാതെ ഇതൊക്കെ നടത്താം എന്നുള്ളൊരിതിലാണ് പുള്ളിക്കാരി. പിന്നെ ഇന്ദിരാവരം എന്നുള്ള ആ ഒരു വലിയ വീട്ടിലെ ആഘോഷങ്ങളുടെ ആ ഒരു വലിയ ഒരു ദിവസം തന്നെ പിന്നെ വേണ്ടപ്പെട്ടവരെല്ലാവരും വരുന്നു, എല്ലാവരെയും സ്വീകരിക്കുന്നു, എല്ലാവരും അഭിപ്രായങ്ങൾ ഓരോന്ന് പറയുന്നു, അങ്ങനെ കയറ്റിയിരുത്തുന്നു, അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങളൊക്കെ നടത്തുക. ഈ സമയത്ത് പിങ്കി നമ്മുടെ നന്ദയെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. നന്ദ ഇങ്ങനെ പിങ്കിയെ തന്നെ നോക്കുന്നു, പിങ്കി നന്ദയെ തന്നെ നോക്കി കുറേ നേരം നിന്നു. അപ്പോൾ ഇങ്ങനെ ആ ഒരു സമയത്ത് നമ്മുടെ പിങ്കി പറഞ്ഞു, നന്ദ എന്നെ ഒരു ശത്രുവായിട്ടൊന്നും കാണണ്ട, എനിക്ക് നന്ദയോട് ഒരു പിണക്കോ ദേഷ്യമോ ഒന്നുമില്ല എന്ന്. ഇതൊക്കെ കേട്ടപ്പോഴും നന്ദ ഇങ്ങനെ ഒരു ചിരിയും ചിരിച്ച് തന്നെ ഇരിക്കുന്നു. എനിക്ക് ഗൗതവുമായിട്ടുള്ളത് ഒരു ഫ്രണ്ട്ഷിപ്പ് മാത്രമാണെന്നും അതിനപ്പുറം വേണ്ടാത്തതൊന്നും നന്ദ മനസ്സിൽ കൊണ്ടുവന്ന് നടക്കണ്ട കേട്ടോ. നിങ്ങൾക്കിടയിലുള്ളത് വെറും ഫ്രണ്ട്ഷിപ്പ് മാത്രമല്ലെന്ന് എനിക്കറിയാം പിങ്കി എന്നുള്ള കാര്യം നമ്മുടെ നന്ദ അന്നേരം പറഞ്ഞു. അപ്പോഴേക്കും പിങ്കി ചമ്മിപ്പോയി. നിങ്ങൾ രാമേശ്വരത്ത് വെച്ച് കണ്ടുമുട്ടിയതും അവിടെ വെച്ച് വേർപിരിയാൻ പറ്റാത്ത പ്രണയമായി മാറിയതും ഒക്കെ അറിഞ്ഞ് തന്നെയാണ് ഞാൻ ഈ വീട്ടിലേക്ക് എത്തിയതെന്നുള്ള കാര്യം പറഞ്ഞു. അങ്ങനെ നന്ദയെ ഇന്ദിരാവരത്തിൽ നിന്നും പതുക്കെ പതുക്കെ പുറത്താക്കാൻ നോക്കിയതാണ് നമ്മുടെ പിങ്കി, സ്നേഹം കൊണ്ട് പൊതിഞ്ഞ്. പക്ഷെ ചീറ്റിപ്പോയി. പിങ്കിയുടെ ചതി എന്തായാലും നന്ദയ്ക്ക് മനസ്സിലായി. അർജുന് പിങ്കി മനസ്സിൽ ഇനിയും സ്ഥാനമൊന്നും നൽകിയിട്ടില്ല. ഇപ്പോഴും നിങ്ങൾ മനസ്സിൽ വെച്ച് ആരാധിക്കുന്ന പൂജാ വിഗ്രഹം ഗൗതം സാറാണെന്നുള്ള കാര്യം പറഞ്ഞപ്പോഴേക്കും കയ്യിലുണ്ടായിരുന്ന ചീപ്പൊക്കെ ഇങ്ങനെ നിലത്തേക്ക് തന്നെ ചാടിപ്പോയി പിങ്കിയുടെ കയ്യിൽ നിന്ന്. കാരണം നന്ദയ്ക്കെല്ലാം അറിയാം എന്നുള്ള ആ ഒരു ഇത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കുവേ പെട്ടെന്ന് പിന്നെ പിങ്കി അങ്ങ് മൂഡ് ഓഫായി. നിങ്ങളുടേത് ഫ്രണ്ട്ഷിപ്പോ പ്രണയമോ എന്ത് തന്നെ ആയാലും എനിക്കൊന്നുമില്ല, അത് എന്നെ ബാധിക്കുന്ന പ്രശ്നമേ അല്ല എന്നുള്ള കാര്യങ്ങളും നമ്മുടെ നന്ദ ഇങ്ങനെ പറയുക. പിന്നെ ഗൗതം സാറും ഞാനും തമ്മിലുള്ളത് യഥാർത്ഥ മാരേജ് ലൈഫല്ല, ഒരു ഡീൽ മാത്രമാണ് എന്നുള്ള കാര്യം നിങ്ങൾക്കും അറിയാമെന്നുള്ള കാര്യങ്ങളും അറിയാം. അത് പിങ്കിക്ക് നല്ല ബോധ്യമുണ്ട് താനും. അത് തന്നെയാണ് പിങ്കി മനസ്സിൽ കൊണ്ട് നടക്കുന്ന സ്വപ്നം അല്ലേ എന്നൊക്കെ നന്ദ ചോദിക്കുവാണേ. മുന്നോട്ട് ജീവിക്കാനുള്ള ഏക പ്രതീക്ഷയും അത് തന്നെയാണെന്നും എനിക്കറിയാമെന്നും നന്ദ പറഞ്ഞു. പിങ്കിയുടെ കയ്യിൽ നിന്നും ചീപ്പ് താഴെ വീണ് പോയിട്ടുണ്ട്, അതെടുത്ത് തന്നെ ഒരുക്ക്, സമയം പോയിക്കൊണ്ടിരിക്കുക എന്നൊക്കെ നന്ദ ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ ആ ഒരു ഇതെല്ലാം പറഞ്ഞങ്ങനെ അവർ തമ്മിൽ ആ ഒരു സംസാരം അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് അർജുൻ്റെ കാര്യങ്ങൾ ഓർത്ത് മുറിയിലിരുന്ന് വാവിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുക അർജുൻ്റെ അമ്മ, ആകെ സങ്കടപ്പെട്ട ഈ സമയത്താണ് നമ്മുടെ ഗൗതം അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നത്. അപ്പച്ചി ഇങ്ങനെ വിഷമിക്കരുതെന്നും പറഞ്ഞ്, അവനൊന്നും സംഭവിച്ചിട്ടില്ല, അല്ലെങ്കിൽ തന്നെ അവൻ എന്നോട് പറയാതെ അവന് പോകാൻ കഴിയില്ല അപ്പച്ചി എന്നൊക്കെ പറഞ്ഞപ്പം നേരാ, അത് സത്യം തന്നെയാണെന്നും അവൻ്റെ ഗൗതം ഏട്ടനോട് അവകാശം അല്ലെങ്കിൽ അനുവാദം വാങ്ങാതെ എൻ്റെ അർജുൻ മോൻ എങ്ങോട്ടും പോകില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പച്ചി അവിടെ ഇരുന്ന് ഇങ്ങനെ സങ്കടത്തോടു കൂടി ഗൗതത്തിനോട് പറയണം. നീ പറഞ്ഞപ്പോൾ എനിക്കും അത് വിശ്വാസമായെന്നും എൻ്റെ അർജുൻ എങ്ങോട്ടും എവിടേക്കും പോയിട്ടില്ലെന്നും പറഞ്ഞ് ആ അമ്മ ഇരുന്ന് കരയുന്നേ, എൻ്റെ കുഞ്ഞ് മടങ്ങി വരുമെന്നും പറഞ്ഞ അമ്മ കരയുന്നേ. ഇതൊക്കെ കേട്ട് അർജുനെക്കുറിച്ച് ഓർത്ത് ഗൗതവും ആ ഒരു ഉറപ്പ് കൊടുക്കുക കേട്ടോ അപ്പച്ചിക്ക്. എങ്കിൽ വാ എൻ്റെ അപ്പച്ചി വാ, ഈ ഫംഗ്ഷന് വന്ന് അളകനന്ദ അപ്പച്ചി അനുഗ്രഹിക്കാൻ പറഞ്ഞപ്പോൾ വേണ്ട മോനെ ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞു അപ്പച്ചി. ആ സന്തോഷകരമായ മംഗളകർമ്മം നടക്കുമ്പോൾ കരഞ്ഞ ദുർമുഖമായിട്ട് ഞാൻ അവിടെ വേണ്ട എന്ന് പറഞ്ഞു. എൻ്റെ അപ്പച്ചി ഇല്ലെങ്കിൽ പിന്നെ ആ ചടങ്ങ് അത് മംഗളകരമാകുമെന്ന് ചോദിച്ചു ഗൗതം. നിറഞ്ഞ സന്തോഷത്തോടെ എനിക്കതിൽ പങ്കുചേരാൻ കഴിയുമോ എന്ന് ചോദിച്ചു. അതൊക്കെ കേട്ടപ്പോൾ അപ്പച്ചിക്കും സങ്കടം. അർജുൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്നത്തെ ഈ ഫംഗ്ഷൻ അവനൊരു ഉത്സവമാക്കി മാറ്റിയാനെന്നും പറഞ്ഞ് അവന് പകരം എൻ്റെ കൈ പിടിക്കേണ്ടത്
അപ്പച്ചി അല്ലേ എന്നൊക്കെ ഗൗതം ചോദിക്കുക. ഇതൊക്കെ കേട്ടപ്പോഴും അവരൊരു ഇതും ഇല്ലാതിരിക്കുക. പക്ഷേ എല്ലാവരും പ്രതീക്ഷിക്കാതെ ആർക്കും മറുപടി കൊടുക്കാൻ പോലും തിരിച്ചു മറുപടി കൊടുക്കാൻ പോലും ആ ഒരു സാഹചര്യം ഉണ്ടാക്കാതെ ഗൗതം ദേ അപ്പച്ചിയുടെ കയ്യും പിടിച്ച് എല്ലാവരുടെയും അരികിലേക്ക് എത്തുമ്പോഴേക്കും നമ്മുടെ ലക്ഷ്മി ഞാനും പ്രിയയും പവിത്രയും കൂടി ആളാം വീതം പോയി വിളിച്ചതാ, പക്ഷെ വരാൻ കൂട്ടാക്കിയില്ല. ഇപ്പതാ ഗൗതം പോയി കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു ലക്ഷ്മി. എൻ്റെ പൊന്നുമോൻ വന്ന് വിളിച്ചാൽ എനിക്ക് വരാതിരിക്കാൻ പറ്റുമോ ലക്ഷ്മി എന്ന് ചോദിക്കുവാണ് നമ്മുടെ അപ്പച്ചി. ഇത് കേട്ടപ്പോഴത്തേക്ക് മോഹിനിക്കും അതുപോലെ ചേട്ടത്തിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. ഗൗതം, ഇനി നീ ചെന്ന് ഇതുപോലെ നിന്റെ പ്രിയതമിയെയും ചെന്ന് കൂട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞു അമ്മ. അത് കേട്ടപ്പോൾ ഇനിയിപ്പോൾ 1 മുതൽ 5 വരെ എണ്ണിയാലേ അവൾ ഇറങ്ങി വരത്തുള്ളോ എന്ന് വല്യമ്മ അവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞു. ഇതൊന്നും കേട്ട് ഗൗതം ഒന്നിനെക്കുറിച്ചും പ്രതികരിക്കുന്നില്ല കേട്ടോ, അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളൊരിതിൽ. ആ സമയത്താണ് പിങ്കിതേ നമ്മുടെ നന്ദയും കൂട്ടി വരുന്നത്. അപ്പോൾ ഒരെണ്ണലും വേണ്ട, അളകനന്ദ എത്തിയെന്ന് പറഞ്ഞു നമ്മുടെ പ്രിയ. ഈ സമയത്ത് ഇങ്ങനെ ഇറങ്ങി വരുന്ന നന്ദയെ കണ്ട് അന്താളിച്ചിങ്ങനെ നിൽക്കുക അവരെല്ലാവരും. ആ സമയത്ത് നമ്മുടെ ഗൗതവും തിരിഞ്ഞു നോക്കിയപ്പോൾ നന്ദയെ കണ്ട് അമ്പരന്ന് പോയിട്ടോ. കാരണം അത്രയ്ക്ക് മനോഹരമായിട്ടാണ് നമ്മുടെ നന്ദ ഇറങ്ങി വരുന്നത്. അപ്പം നന്ദയെ കണ്ടപ്പോൾ ഇങ്ങനെ നോക്കാതെ കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ട് നിൽക്കുക നമ്മുടെ ഗൗതം. ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു മൊമെൻ്റ് ആയിരുന്നു അത്. എന്തായാലും ഗൗതം ഇങ്ങനെ നോക്കി നിൽക്കുന്നത് കണ്ടപ്പോൾ പിങ്കിക്കൊക്കെ അത്ഭുതം. അങ്ങനെ പിങ്കിയേക്കാൾ സൗന്ദര്യമുള്ള പെണ്ണായി കയറി വന്ന നന്ദയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര കലിപ്പും കാര്യങ്ങളുമാണ് എല്ലാവർക്കും. അങ്ങനെ നമ്മുടെ ഗൗതം നന്ദയുടെ മുഖത്ത് നിന്ന് കണ്ണെടുക്കാതെ ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുമ്പോൾ നന്ദക്കുട്ടി വന്നേ എന്ന് പറഞ്ഞ് പ്രിയ വിളിച്ചുകൊണ്ട് പോകുക. അപ്പോൾ ലക്ഷ്മിക്ക് മരുമകളെ കണ്ട് ഒരുപാട് സന്തോഷമായിട്ടോ. പിന്നെ അവിടെ ഫോട്ടോ എടുപ്പും കാര്യങ്ങളും ഒക്കെ ആയി. അങ്ങനെ അവർ ഒരുമിച്ച് ഇങ്ങനെ നിൽക്കുന്നു. ഈ സമയത്ത് വിഷു എ ഹാപ്പി മാരീഡ് ലൈഫ് എന്ന് പറഞ്ഞ അരുൺ അങ്ങോട്ടേക്ക് വന്നു. നന്ദ അന്നേരം പിങ്കിയെ നോക്കി, അതുപോലെ ഗൗതവും പിങ്കിയെ നോക്കി. എല്ലാവരും പിങ്കിയിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ നന്ദ ദേ നോക്ക്, ഇന്നലെ വരെ അമ്മയായിരുന്നു ഈ ആഭരണപ്പെട്ടിയുടെ അവകാശി. പരമ്പരാഗതമായി എനിക്ക് കിട്ടിയ ഈ പുണ്യം ഇക്കാലം അത്രയും ഞാൻ നിധി പോലെ സൂക്ഷിച്ചു. ഇനി ഇതിൻ്റെ അവകാശി എൻ്റെ മോളാ എന്ന് പറഞ്ഞ് നന്ദയുടെ കൈകളിലേക്ക് കൊടുക്കുക. ഇതൊക്കെ കൊണ്ട് പിങ്കിയുടെ കിളി പാറി നിൽക്കുക. അങ്ങനെ ആ ഒരു പെട്ടി മേടിക്കണോ എന്ന് സംശയിച്ചിങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ നന്ദ. അപ്പോഴാണ് നമ്മുടെ ഗൗതം മേടിച്ചോളാനായിട്ട് പറയുന്നത്. പെട്ടെന്ന് നന്ദയുടെ ആൻറ്റിയും അവിടെ വന്നു. ഇതൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ മനസ്സ് നിറഞ്ഞിങ്ങനെ നിൽക്കുക. ഒത്തിരി സന്തോഷമായിട്ടോ നന്ദയ്ക്ക് കിട്ടിയ ഒരു സൗഭാഗ്യങ്ങൾ കണ്ടിട്ട് ആ ആൻറ്റിയുടെ മനസ്സിങ്ങനെ നിറയുക. ഇതൊക്കെ പിങ്കിയുടെ മുന്നിൽ വെച്ച് നടക്കുന്നത് കാണുമ്പോൾ പിങ്കിക്ക് സഹിക്കുന്നുമില്ല. അങ്ങനെ ഒരുപാട് സന്തോഷത്തോടെ ഇങ്ങനെ അവിടെ നിൽക്കുന്നു. എന്തായാലും ഇത് കണ്ടപ്പോൾ അല്ല ഒരു സംശയം ഉണ്ടെന്നും പറഞ്ഞു വല്യമ്മ അങ്ങോട്ടേക്ക് ചെല്ലുക. എവിടെയും കയറി വലിയ ആളാവുന്ന സ്വഭാവമാണല്ലോ. വരൻ്റെ അമ്മ വധുവിന് ആഭരണപ്പെട്ടിയൊക്കെ കൊടുത്തു കഴിഞ്ഞു. ഇനി വധുവിൻ്റെ ഭാഗത്ത് നിന്ന് വരന് എന്ത് സമ്മാനമാണ് കൊടുക്കുന്നത് എന്നുള്ള കാര്യം ചോദിക്കുക. അത് കേട്ടപ്പോൾ ആൻറ്റി അവിടെ നിന്ന് ഇങ്ങനെ വിഷമിക്കുവാണ്. അപ്പോഴേക്കും പിങ്കിക്ക് അതൊരു സന്തോഷമായി. അതുപോലെ തന്നെ മഹേന്ദ്രനെ സന്തോഷിക്കുക. കാരണം നന്ദയെ എല്ലാവരുടെയും മുന്നിലിട്ട് അപമാനിച്ചല്ലോ. ഈ സ്വത്തുക്കളെല്ലാം കൊടുക്കുന്ന കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന കാര്യം പറഞ്ഞപ്പോഴേക്കും ഇത്രയും വിലപിടിപ്പുള്ളൊന്നും കൊടുക്കണ്ട, സ്വന്തം നിലയ്ക്കും വിലയ്ക്കും ഒത്തത് കൊടുത്താൽ മതി എന്നൊക്കെ വല്യമ്മ എന്ന് പറയാം. ഇത് കേട്ടപ്പോൾ സങ്കടം കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ നന്ദ. അപ്പോഴേക്കും ആൻറ്റി അവിടെ നിന്ന് ആലോചിക്കുക എന്താണെന്ന്. അപ്പോൾ എന്തേ ഒന്നും കൊടുക്കുന്നില്ലേ, ഒരു അവിൽപ്പൊതി പോലും ഇല്ലേ എന്നൊക്കെ ചോദിച്ചു മഹേന്ദ്രൻ ഇങ്ങനെ കളിയാക്കുകയാണ് നന്ദയെ. ഇത് കേട്ടപ്പോൾ നമ്മുടെ ഗൗതത്തിനും ആകെ സങ്കടമായിട്ടോ. അതുപോലെ ലക്ഷ്മി എല്ലാവരും ആ ഒരു സന്തോഷത്തോടെ നിന്നതാ. പക്ഷെ അതെല്ലാം ഒരു നിമിഷം കാറ്റിൽ പറത്തി കളഞ്ഞു. വന്ന് കയറിയതേ ചിലരുടെയൊക്കെ ദയയില്ല. അപ്പം പിന്നെ വെറും കൈയോടുകൂടിയല്ലേ വരാൻ പറ്റൂ എന്നും ചോദിച്ചുകൊണ്ട് അങ്ങനെ പറയുമ്പോൾ നമ്മുടെ നന്ദയുടെ ആൻറ്റി അങ്ങോട്ട് ചെന്നു. നന്ദമോളുടെ ഭാഗത്ത് നിന്ന് ഞങ്ങളാൽ കഴിയുന്നത് ഞങ്ങൾ കൊടുക്കാം. നന്ദമോളുടെ അച്ഛൻ ഒരുപാട് വിലമതിച്ചിരുന്ന ഒന്നുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ആൻറ്റി ഇങ്ങനെ പറഞ്ഞ് ഒരു പതക്കം എടുത്തിങ്ങനെ കാണിച്ചു കൊടുക്കുക. അതായത് സ്വർണ്ണ പതക്കം. അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഈ പുള്ളിക്കാരി ഇങ്ങനെ അതിലേക്ക് ഇങ്ങനെ നോക്കുക. പക്ഷേ നമ്മുടെ ആ ഒരു അവസ്ഥയിൽ അവർക്ക് ഈ നന്മയുള്ള മനസ്സുള്ളവർക്ക് എല്ലാവർക്കും അത് സന്തോഷമായിട്ടോ, ഒരുപാട് സന്തോഷമായി. കാരണം ഒരു ഗോൾഡൻ പതക്കം തന്നെയാണ് അവിടെ ആ ആൻറ്റി ഇങ്ങനെ എടുത്ത് നീട്ടിയത്. അദ്ദേഹത്തിന് ലഭിച്ച ഈ വിശിഷ്ട സേവാ മെഡലാണ് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കാണിച്ചപ്പോഴേക്കും വല്യമ്മയുടെ മുഖമൊക്കെ വല്ലാതെയായി. കാരണം ഒരു പുച്ഛമാണല്ലോ എല്ലാത്തിനും. അങ്ങനെ നന്ദയുടെ അച്ഛൻ്റെ ജോലിയിൽ ഏറ്റവും നല്ല പോലീസുകാരനുള്ള ആ ഒരു മെഡൽ കിട്ടിയതാണ് കൊണ്ടുവന്ന് കൊടുക്കുന്നത്. നാളെ ഗൗതത്തിനും ഇതുപോലെ ആകാൻ കഴിയട്ടെ എന്ന് പറഞ്ഞാൽ ആൻറ്റി അതങ്ങ് കൊടുത്തു. ഇത് മാത്രമാണ് ഞങ്ങൾക്ക് തരാനുള്ളൂ എന്നും പറഞ്ഞു ഇങ്ങനെ കൊടുക്കുമ്പം ഇത് 2 കൈയും നീട്ടി സ്വീകരിച്ചുകൊണ്ട് ഈ പറഞ്ഞവരെ എല്ലാവരെയും നശിപ്പിച്ച് കളഞ്ഞുകൊണ്ട് നമ്മുടെ
ഗൗതം അങ്ങനെ സംസാരിക്കുക. കുചേലൻ്റെ അവിൽപ്പൊതിയായിരുന്നു ശ്രീകൃഷ്ണന് ഏറ്റവും വലിയ ഇഷ്ടം. അതുപോലെ ഇതെനിക്ക് വിലമതിക്കാനാവാത്തതാണെന്ന് പറഞ്ഞു. നന്ദയ്ക്ക് എൻ്റെ അമ്മ കൊടുത്ത ആഭരണത്തേക്കാൾ 1000 മടങ്ങ് വിലയുണ്ട് ഈ ഒരു പതക്കത്തിനെന്ന് പറഞ്ഞ് ഗൗതം ഇങ്ങനെ പറയും. ഇത് ഞാൻ കയ്യിലേക്കല്ല ഏറ്റുവാങ്ങിയത്, എൻ്റെ ഹൃദയത്തിലേക്കാണെന്നും പറഞ്ഞ് നമ്മുടെ ഗൗതം ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും അവരെല്ലാവരും അവിടെ നിന്ന് ഇങ്ങനെ കൈയടിക്കുവാണ്. അവിടെയും ഇവരുടെ പ്ലാനൊക്കെ ചീറ്റിപ്പോയി. അങ്ങനെ എല്ലാവരുടെയും മുന്നിൽ ഇവർ നാണം കെട്ടി ഇങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ സിറ്റുവേഷനും അവസാനിച്ചു. എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നന്ദി.